വയനാട് ഉരുൾപൊട്ടലിൽ അമ്മയെ നഷ്ടമായ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ടുള്ള ദമ്പതിമാരുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമ്മ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്തത്. എന്നാൽ തനിക്ക് പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ മോശം കമന്റ് ഇട്ടിരുന്നു. ഒരു നാട് മുഴുവൻ ഒലിച്ചു പോകുകയും കേരളം ഒന്നടങ്കം വയനാടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു മോശം കമന്റ് വന്നത്. മോശം കമന്റ് ഇട്ടയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇയാളുടെ പ്രൊഫൈൽ തേടിപ്പിടിച്ച് സ്ഥലം കണ്ടെത്തുകയായിരുന്നു. താൻ ചെയ്തത് തെറ്റാണെന്നും ഇനി ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടേതായി ഒരു ശബ്ദ സന്ദേശവും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ദുരന്തവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വേറെ ചിലരും സമാന രീതിയിലുള്ള മോശം കമന്റുകൾ ഇട്ടിരുന്നു. ഇതിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇവരുടെ പ്രൊഫൈലിൽ കയറി ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. അതേസമയം കേരളക്കര ഒന്നാകിയ വയനാടിനെ കരകയറ്റാൻ രംഗത്തുണ്ട്. മുലപ്പാൽ മുതൽ ദിവസക്കൂലി വരെ സഹായമായി നൽകാൻ ഏവരും മുൻപന്തിയിലുണ്ട്. സഹായവുമായി നിരവധി പ്രമുഖരും രംഗത്തുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് സന്ദർശിച്ച നടൻ മോഹൻലാലും രംഗത്തെത്തിയിട്ടുണ്ട്. സൈനിക യൂണിഫോമിൽ എത്തിയ അദ്ദേഹം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ആദ്യം പോയത്. ആർമി ക്യാമ്പ് സന്ദർശിച്ച മോഹൻലാൽ സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് തിരിച്ചു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായതെന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്ത മേഖലയിലെ പുനരുദ്ധാരണത്തിനായി താനും കൂടി ഭാഗമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് നിർമ്മിക്കേണ്ടത് 400 വീടുകളാണെന്നും അതിൽ 100 എണ്ണം കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതനുസരിച്ച് ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. സർക്കാർ ഭൂമി നൽകിയാൽ അതിൽ വീട് നിർമ്മിച്ചു നൽകും. ഭൂമി ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദുരന്ത സ്ഥലങ്ങളിൽ അനാവശ്യ സന്ദർശനം നടത്തുന്ന ഡിസാസ്റ്റർ ടൂറിസത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഭക്ഷണവും വസ്ത്രവുമെല്ലാം നേരിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നും മന്ത്രി ആവർത്തിച്ചു. ദുരന്തമുണ്ടായ സ്ഥലം കാണാൻ പലരും വരുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അടക്കം പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഒഴിഞ്ഞുപോയ വീടുകളിലടക്കം എത്തി പലരും ദൃശ്യങ്ങൾ പകർത്തുന്നു. ക്യാമ്പുകളിലും പലരും എത്തുന്നുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. ദുരന്ത സ്ഥലങ്ങളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പുഴയിൽ തെരച്ചിൽ തുടങ്ങിയത്. ഇതുവരെ കണ്ടെത്തിയതിൽ 3 മൃതദേഹങ്ങളും ചാലിയാറിൽ നിന്നാണ് കണ്ടെത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ ചാലിയാറിൽ നിന്ന് 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയത്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത്. അതേസമയം സൂചിപ്പാറയിൽ കുടുങ്ങിയ 3 പേരെ രക്ഷിച്ചു. മലപ്പുറം സ്വദേശികളായ സാലി, റിയാസ്, മോസിൻ എന്നിവരാണ് സൂചിപ്പാറയ്ക്ക് സമീപമുള്ള പാറയിൽ കുടുങ്ങിയത്. ഇവരിൽ 2 പേർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഒരാൾ നീന്തി മറുകരയിലേക്ക് വന്നിരുന്നു. പരിക്കേറ്റ 2 പേരെയും എയർലിഫ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.